ആശകളായിരം പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. ജി പ്രജിത്ത്. റൈറ്റർ ജൂഡ് ആൻ്റണി ജോസഫ് ആണ്. ജൂഡ് ആൻ്റണിയുടെ റൈറ്റിംഗ് ആണ്. ഓക്കെ, അതാണ്. ഇതിനകത്തൊരു സൂപ്പർ ഡയലോഗ് ഉണ്ട്. അത് നമ്മുടെ നെപ്പോ കിഡ്സിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡയലോഗാണ്. അതായത് മലയാള സിനിമ നിന്റെ തന്തയുടെ വകയല്ല. നമ്മുടെ ആശാ ശരത്തിനെ കൊണ്ടാണ് ആ ഡയലോഗ് പറയിച്ചിരിക്കുന്നത്. ഗ്രാൻഡ് ആയിട്ടുണ്ട്. അത് ഫൈനൽ സിനിമയുടെ എൻഡിങ്. സ്പോയിലർ പറഞ്ഞതിൽ സോറി. പക്ഷേ അത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത കുളിരായിരുന്നു. കാരണം ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ നെപ്പോ കിഡ്സിന് വേണ്ടിയുള്ളൊരു ഡയലോഗാണെന്നുള്ളത് വളരെ ക്ലിയറാണ്. അവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഡയലോഗാണ്. അതങ്ങ് നന്നായിട്ട് ഷാർപ്പായിട്ട് കൊള്ളേണ്ടടത്തൊക്കെ കൊള്ളും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ സിനിമ എനിക്കൊരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ തന്നു. അത് മാത്രമല്ല, സിനിമ എനിക്ക് ഓവറോൾ നോക്കിയപ്പോഴത്തേക്ക് ജയറാമിൻ്റെ മകൻ്റെ ഒരു അഭിനയ രീതികളൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കാകാറില്ല. കാരണം പറഞ്ഞു വരുമ്പോൾ ആളൊരു നെപ്പോ കിഡാണല്ലോ. പക്ഷേ നെപ്പോ കിഡ്സ് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ആരെയും കുറച്ച് പറയല്ല. ഈവൻ പല നടന്മാരുടെയും മക്കൾ തന്നെ നല്ല ഗംഭീര നടന്മാരുണ്ട്. ഇപ്പോൾ ഫഹദ് ഫാസിൽ ആദ്യത്തെ സിനിമയിൽ വന്നിട്ട് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നെ പോയി സിനിമയുടെ ആ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ ഡെപ്ത് സിനിമയെക്കുറിച്ച് മനസ്സിലാക്കി ഒരു കഥാപാത്രത്തിനെ എത്രത്തോളം ഉൾക്കൊണ്ട് വേണം ഒരു ആക്ടർ അഭിനയിക്കേണ്ടതെന്നുള്ളതൊക്കെ അദ്ദേഹം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അദ്ദേഹം വന്ന് അഭിനയിച്ചതെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പോൾ ആർക്കും ഒരു നടനാകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതിന് നല്ലൊരു പ്രാക്ടീസ് വേണം. അതിനൊരു നല്ല ഈ വർക്ക്ഷോപ്സ്, അതായത് നാടകത്തിൻ്റെ ഡ്രാമ വർക്ക്ഷോപ്സൊക്കെ പലയിടത്തും കണ്ടക്ട് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഡ്രാമ വർക്ക്ഷോപ്സ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ തന്നെ ഈ അഭിനയത്തിൻ്റെ ഭാവാഭിനയങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ കിട്ടും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളുക, ആ സന്ദർഭം ഉൾക്കൊള്ളുക, ആ സന്ദർഭത്തിൽ ക്യാരക്ടർ അനുഭവിക്കുന്ന ഇമോഷൻസ്, ആ ഇമോഷണൽ പ്ലേ ആണ് ഒരു സിനിമയിൽ അഭിനയം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു അച്ഛൻ മകൻ ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഒരു അച്ഛനും മകനും ആയതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഈ സിനിമയ്ക്കകത്തുള്ള കഥാപാത്രങ്ങളായിട്ടുള്ള അച്ഛനും മകനുമായിട്ട് ഇവർ നന്നായിട്ട് നല്ല ബ്ലെൻഡായിട്ട് പോയിട്ടുണ്ട്. അവിടെ ജയറാമിൻ്റെ മകനായിരുന്നാലും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അവസാനം, അതായത് ഈ സ്റ്റോറിയിൽ അദ്ദേഹത്തിനെയും ഒരു കഴിവില്ലാത്തൊരു ആക്ടിങ്ങിൽ വലിയ കഴിവില്ലാത്തൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ചില ആഗ്രഹങ്ങളൊക്കെ സിനിമയിൽ അവസാനം ഇങ്ങനെ പറഞ്ഞു വരുന്ന ആ ഒരു സീക്വൻസൊക്കെ എത്തിയപ്പോഴത്തേക്ക് ആൾ നല്ല ഔട്ട് പെർഫോം ചെയ്തു. അത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പിന്നെ പറയാനുള്ളത്, ഒരു ഫാമിലി ഡ്രാമയാണ്. ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തിൻ്റെ ജീവിത പ്രാരാബ്ധങ്ങൾ, ഇതെല്ലാം സിനിമയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. സിനിമ കണക്റ്റ് ആവും ഇൻ ദ സെൻസ് ഈ കഥാപാത്രമൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മൾ സമൂഹത്തിൽ കാണുന്ന കഥാപാത്രങ്ങളായിട്ട് നമുക്ക് തോന്നും. അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഇതെല്ലാം നമുക്ക്, അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ സിനിമകളിലോട്ട് അവതരിപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കണക്റ്റ് ആവും. നമ്മൾ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുമായിട്ട് നമുക്കിതിനെ താരതമ്യം ചെയ്യാൻ പറ്റും. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ നന്നായിട്ട് പ്രൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഫ്ലുവൻസർ ഇതിനകത്തുണ്ട്, അഖിൽ NRD ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയൊരു സംഭവമായിട്ടുള്ള ക്യാരക്ടറല്ല, പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഒരു ഇൻഫ്ലുവൻസറിനെ പോലും അവർ സിനിമയ്ക്കകത്തൊരു ഭയങ്കര ഒരു മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മീൻസ് ഒരു പ്രധാനപ്പെട്ടൊരു മെറ്റീരിയലായിട്ട് അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ട്. ആ കഥാപാത്രത്തിന് ഒരു വലിയ റോളുണ്ട്. മീൻസ് വെറുതെ സൈഡ് ലൈൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നതല്ല. അദ്ദേഹത്തിനൊരു അത്യാവശ്യം ആ ക്യാരക്ടറിൻ്റെ കൂടെ നിൽക്കത്തക്കത്ത് ഒരു കഥാപാത്രമായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഓക്കെ എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സൗണ്ട് എഡിറ്റിംഗ് സൂപ്പറായിട്ടുണ്ടായിരുന്നു. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് റെബിൻ അഗസ്റ്റിൻ, സൗണ്ട് എഡിറ്റർ വൈശാഖ് ശോഭൻ, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലേബാക്ക് സിംഗർ ഫെജോ. ഫെജോയുടെ ഒരു സോങ് ഉണ്ടായിരുന്നു, അത് നന്നായിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ എനിക്ക് സിനിമ വർക്കായി. പിന്നെ എടുത്തു പറയേണ്ടത് ഷറഫുദ്ദീൻ ഇതിനകത്തൊരു നെപ്പോ കിഡ് ക്യാരക്ടറായിട്ടാണ്. അത് സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ഷാർപ്പ്, ഒരു വില്ലനിസം ഉള്ളൊരു സംഭവമാണ്. പക്ഷേ ആൾ നല്ല കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ആളിന് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് പുള്ളിയുടെ കയ്യിൽ സേഫാണ്. സോ സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രമേഷ് പിഷാരടി, അവരൊക്കെ ജസ്റ്റ് ഇങ്ങനെ വന്നു പോകണം എന്നുള്ളതേ ഉള്ളൂ. ശരത്തിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. ഒരു കുടുംബം എന്നുള്ളൊരു സാധനത്തിലൂടെയാണ് ഈ കഥ പോകുന്നത്. അത് നന്നായിട്ട് ജയറാം, ശരത്ത്, അതുപോലെ വേറൊരു ആക്ട്രസ് ഉണ്ടായിരുന്നു കാളിദാസിൻ്റെ സിസ്റ്ററായിട്ട്, അതും കുഴപ്പമില്ലായിരുന്നു. അവരുടെ ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കായി. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സിനിമയിലോട്ടങ്ങ് ആദ്യമേ ഇന്നാകാൻ കഴിഞ്ഞു. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ആദ്യത്തെ ഒരു കൺസേൺ അതായിരുന്നു, എത്രത്തോളം ഇമോഷണലി കണക്റ്റ് ആകാൻ പറ്റും എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ജയറാം എന്ന ആക്ടറുടെ ഒരു സ്കിൽസ്,
അദ്ദേഹം ഒരുപാട് ഫാമിലി കുടുംബചിത്രങ്ങൾ ഒത്തിരി അഭിനയിച്ചിട്ടുള്ളൊരു, അദ്ദേഹത്തെ ഇപ്പോൾ കാലം മാറിയപ്പോഴത്തേക്ക് അദ്ദേഹം പണ്ട് ചെയ്തു വെച്ച ആ കഥാപാത്രങ്ങളൊക്കെ നമുക്കിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. മീൻസ് കാലം മാറി, കുറച്ചുകൂടെ സ്പീഡ് ലൈഫായി. ഇന്നിപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ സാധാരണക്കാർക്കിടയിൽ അത്ര നിഷ്കളങ്കരായിട്ടുള്ള ചില കഥാപാത്രങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമുക്കിന്നങ്ങനെ അത്രത്തോളം നമ്മൾ കാണുന്നില്ല. പക്ഷേ എങ്കിലും ആ ഒരു സാധനം പുള്ളി ഡെലിവറി ചെയ്യുന്ന കണക്ക് മറ്റ് നടന്മാർക്ക് തന്നെ അത് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ കഴിയും. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഒരു യുണീക്കായിട്ട് അത് ഡെലിവറി ചെയ്യാൻ കഴിയും. അത് അത്തരം കഥാപാത്രങ്ങളായി ട്രാൻസ്ഫോം ആവാൻ അദ്ദേഹത്തിനെ കൊണ്ട് നല്ല സൂപ്പറായിട്ട് കഴിയും. അത് ഈ സിനിമയിലും നന്നായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം വെച്ചുകൊണ്ടാണ് ഈ സിനിമ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ജയറാമിൻ്റെ കാലിബറിനെ നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ സിനിമ കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ത്രൂ ഔട്ട് ഡയറക്ടർക്ക് റൈറ്റിങ്ങിലായിരുന്നാലും, ഐ മീൻ ജൂഡ് ആൻ്റണിയുടെ റൈറ്റിങ്ങിലായിരുന്നാലും, ഇതിൻ്റെ ഡയറക്ടർ പ്രജിത്ത് ആയിരുന്നാലും അത് നന്നായിട്ട് ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ട് സിനിമയിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജയറാം ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിലൂടെ ഒരു ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആളും ഒരു ഫിലിം ആക്ടറൊക്കെ ആയിട്ടാണ്. ഞാനിനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സ്പോയിലറായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ഇതൊരു ഭയങ്കര സംഭവമാണെന്ന് ഞാൻ പറയല്ല. ഒരു നല്ല കുടുംബചിത്രം, നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാം. അതായത് കൊച്ചു കുട്ടികളെ കൂടെ ഫാമിലിയായിട്ട് പോയിരുന്ന് കാണത്തക്ക ഒരു നല്ല കുടുംബചിത്രമാണ്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.